ഹലോ, നമുക്കിന്ന് ബയോകെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ബയോമോളിക്യൂൾസ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ആദ്യം പറയും. അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്തുക. അതിനുശേഷം നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറും കണ്ടെത്താം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കാർബോഹൈഡ്രേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണോസാക്കറൈഡ്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണോസാക്കറൈഡ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്: മാൾട്ടോസ്, സൂക്രോസ്, ഗ്ലൂക്കോസ്, ലാക്ടോസ്. സിമ്പിളാണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൈസാക്കറൈഡ്സ് ആർ ഫോംഡ് ബൈ. ഓപ്ഷൻസ്: ഹൈഡ്രോളിസിസ് ഓഫ് പോളിസാക്കറൈഡ്, ബി കണ്ടൻസേഷൻ ഓഫ് 2 മോണോസാക്കറൈഡ്, സി പോളിമറൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്, ഡി ഡിഗ്രേഡേഷൻ ഓഫ് ഫാറ്റ്. ഏതാണ് ആൻസർ എന്ന് കണ്ടെത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. നോൺ റെഡ്യൂസിങ് ഷുഗർ. ഓപ്ഷൻസ്: ഗ്ലൂക്കോസ്, മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്. അപ്പോൾ ഏതാണ് ഇതിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് വിച്ച് കാർബോഹൈഡ്രേറ്റ് ഈസ് നോൺ ആസ് അനിമൽ സ്റ്റാർച്ച്. അനിമൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: അമൈലോപെക്റ്റിൻ, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, അമൈലോസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെല്ലുലോസ് ഡിഫർ ഫ്രം സ്റ്റാർച്ച് ഇൻ. സെല്ലുലോസും സ്റ്റാർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ബി പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്, സി ബീയിങ് എ പ്രോട്ടീൻ, ഡി ബീയിങ് soluble ഇൻ വാട്ടർ. സിക്സ്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളിസാക്കറൈഡ്. ഓപ്ഷൻസ്: ഫ്രക്ടോസ്, ബി റൈബോസ്, സി ഗ്ലൈക്കോജൻ, ഡി ഗാലക്ടോസ്. സെവൻത്ത് ക്വസ്റ്റ്യൻ ഇൻ ബെൻഡിക് ടെസ്റ്റ് റിഡ്യൂസിങ് ഷുഗർ ഫോം. ഓപ്ഷൻസ്: എ ബ്ലൂ സൊല്യൂഷൻ. ഓപ്ഷൻ എ ബ്ലൂ സൊല്യൂഷൻ, ബി ഗ്രീൻ കളർ, സി ബ്രിക്ക് റെഡ് പ്രിസിപ്പിറ്റേറ്റ്, ഡി വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ്. നമ്മളെല്ലാവരും ലാബിൽ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലേ പ്രാക്ടിക്കൽസിന്. അപ്പോൾ ഏതാണ് ബെൻഡിക് ടെസ്റ്റിൽ റിഡ്യൂസിങ് ഷുഗേഴ്സ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടെത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കാർബോഹൈഡ്രേറ്റ് ഈസ് എ കീറ്റോസ് ഷുഗർ. ഓപ്ഷൻസ്: ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഗാലക്ടോസ്. കീറ്റോസ് ഷുഗറാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രോട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. 9 തൊട്ട് 16 വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രോട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പ്രോട്ടീനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ. ഓപ്ഷൻസ്: ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ്, ഹൈഡ്രജൻ ബോണ്ട്സ്, പെപ്റ്റൈഡ് ബോണ്ട്, എസ്റ്റർ ബോണ്ട്. ഏതാണെന്ന് കണ്ടെത്താം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് അമിനോ ആസിഡ് കണ്ടെയ്നിങ് എ സൾഫർ ആറ്റം. ഓപ്ഷന് എ അലാനിൻ, ബി ഗ്ലൈസിൻ, സി മെഥിയോണിൻ, ഡി വാലിൻ. ദെൻ 11th ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഇൻവോൾവ് ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ ഷീറ്റ്. ഓപ്ഷൻ എ പ്രൈമറി, ബി സെക്കൻഡറി, സി ടെറിഷറി, ഡി ക്വാട്ടേണറി. ആൽഫ ആൻഡ് ബീറ്റ ഷീറ്റ്സും ആൽഫ ഹെലിക്സും കാണുന്ന ഏത് ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചറിലാണെന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ ഹെൽപ്പ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഇൻ ബ്ലഡ്. ഓപ്ഷൻ: ആൽബുമിൻ, കൊളാജൻ, ഹീമോഗ്ലോബിൻ, മയോസിൻ. 13th ക്വസ്റ്റ്യൻ വിച്ച് പ്രോട്ടീൻ ഹാസ് സ്ട്രക്ചറൽ ഫംഗ്ഷൻ ഇൻ കണക്റ്റീവ് ടിഷ്യൂ. സ്ട്രക്ചറൽ ഫംഗ്ഷൻ. ഓപ്ഷൻ എ ആക്റ്റിൻ, ബി ഇൻസുലിൻ, സി കെരാറ്റിൻ, ഡി കൊളാജൻ. 14th question zwitter ion formation in amino acid occurs due to option A reaction with water, B internal acid base reaction, C enzyme action, D protein folding. 15th question which protein is responsible for muscle contraction. Option actin and myosin, B keratin, C hemoglobin, D albumin. 16th question essential amino acids are. Option A synthesized in the body, B only needed during infancy, C obtained from diet, D present in non-vegetarian food only. ലിപ്പിഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 17 മുതൽ 22 വരെ ലിപ്പിഡ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലിപ്പിഡ്സ് ആർ ഇൻസോൾബിൾ ഇൻ. ഓപ്ഷൻ എ ക്ലോറോഫോം, ബി ഈതർ, സി വാട്ടർ, ഡി ബെൻസിൻ.
18th question, which of the following is a saturated fatty acid? Options: oleic acid, B palmitic acid, C linoleic acid, D arachidonic acid. ഓക്കെ, വിച്ച് ഈസ് ദ ഫോളോയിങ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ട്രൈഗ്ലിസറൈഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ്. ഓപ്ഷൻ എ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്, ബി ഗ്ലിസറോൾ ആൻഡ് അമിനോ ആസിഡ്, സി ഗ്ലൂക്കോസ് ആൻഡ് ഫ്രാക്ടോസ്, ഡി ഫാറ്റി ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ഇതിൽ ട്രൈഗ്ലിസറൈഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th ക്വസ്റ്റ്യൻ, ഫോസ്ഫോലിപ്പിഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ്. ഓപ്ഷൻ എ ന്യൂക്ലിയസ്, ബി സെൽ മെംബ്രെയിൻ, ഡി മൈറ്റോകോൺട്രിയൽ DNA, ഡി റൈബോസോം. ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഫോസ്ഫോലിപ്പിഡ്സ് എന്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ, കൊളസ്ട്രോൾ ഈസ് എ. ഓപ്ഷൻ എ ഫോസ്ഫോലിപ്പിഡ്, ബി സ്റ്റിറോയിഡ്, സി വാക്സ്, ഡി ഫാറ്റി ആസിഡ്. കൊളസ്ട്രോള് ഫോസ്ഫോലിപ്പിഡ് ആണോ, സ്റ്റിറോയിഡ് ആണോ, വാക്സ് ആണോ, ഫാറ്റി ആസിഡ് ആണോ എന്ന്. നെക്സ്റ്റ്, which of the following lipid act as a precursor for steroid hormone? Which of the following lipid act as a precursor for steroid hormone? Option A lecithin, B cholesterol, C phosphatidylcholine, D glycerol. ഓക്കെ, ഇത്രയാണ് ലിപ്പിഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതിനേക്കാളും ഹയർ ലെവൽ, ഇതിപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ഫസ്റ്റ് വീഡിയോ ആണല്ലോ ഇതിന് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എൻ്റെ കയ്യിൽ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂക്ലിക് ആസിഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 23 തൊട്ട് 13 വരെ. അപ്പോൾ 23 തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ബിൽഡിംഗ് block of nucleic acid is. Option A amino acid, B nucleotide, C glucose, D fatty acid. Building block of nucleic acid. Then 24, DNA differ from RNA is having. Option A ribose sugar, B thymine instead of uracil, C adenine guanine. DNA differ from RNA is having ribose sugar, thymine instead of uracil, adenine guanine. 25, in DNA, adenine pairs with. Option A guanine, B uracil, C thymine, D cytosine. 26, RNA is usually. Option A single stranded, B double stranded, C helical and rigid, D without base. 27, the pentose sugar in RNA is. Option A glucose, B ribose, C deoxyribose, D fructose. 28, the purine bases in nucleic acids are. ഏതൊക്കെയാണ് പ്യൂരിൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് PYQ ആയിട്ട് വന്നിട്ടുണ്ട് പ്യൂരിൻ പിരമിഡിൻ ബേസ് ചെയ്തിട്ട്. ഓപ്ഷൻ എ അഡനിൻ ആൻഡ് തൈമിൻ, ബി ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ, സി അഡനിൻ ആൻഡ് ഗുവാനിൻ, ഡി തൈമിൻ ആൻഡ് യുറാസിൽ. 29, which enzyme is used during DNA replication? Option A DNA polymerase, B ligase, C helicase, D all of the above. Next question, M messenger RNA is synthesized from DNA by the process of. Option A replication, B translation, C transcription, D transformation. Messenger RNA is synthesized from DNA by the process of. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണല്ലേ, മോണോസാക്രൈഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഗ്ലൂക്കോസ് ആണ്, ഓപ്ഷൻ സി ഗ്ലൂക്കോസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡൈസാക്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ബി കണ്ടൻസേഷൻ ഓഫ് 2 മോണോസാക്രൈഡ്സ് വഴിയാണ് ഡൈസാക്രൈഡ്സ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ റെഡ്യൂസിങ് ഷുഗർ. ഓപ്ഷൻ ഡി സൂക്രോസ് ആണ് നോൺ റെഡ്യൂസിങ് ഷുഗറിൻ്റെ എക്സാമ്പിൾ. വിച്ച് കാർബോഹൈഡ്രേറ്റ്? അനിമൽ സ്റ്റാർച്ച്. ഗ്ലൈക്കോജൻ ആണ് അനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ഗ്ലൈക്കോജൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ടൈപ്പ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സെല്ലുലോസ് സ്റ്റാർച്ച് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ടൈപ്പ് ഓഫ് ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. വിച്ച് ഓഫ് ദ പോളിസാക്രൈഡ് ഏതാണെന്നാണ് ഓപ്ഷൻസിൽ നിന്ന് വരുന്നത്. ഓപ്ഷൻ സി ഗ്ലൈക്കോജൻ ആണ് പോളിസാക്രൈഡ് ആയിട്ട് വരുന്നത്. ബെൻഡിക് ടെസ്റ്റിൽ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ സി ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. 8th ക്വസ്റ്റ്യൻ വരുന്നത് കാർബോഹൈഡ്രേറ്റിനെ കീറ്റോ ഷുഗർ. ഓപ്ഷൻ ബി ഫ്രക്ടോസ് ആണ് വരുന്നത് ആൻസർ ആയിട്ട്. ഓപ്ഷൻ ബി 8ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
ദെൻ നെക്സ്റ്റ് പാർട്ട് ബിയിൽ പ്രോട്ടീനാണ്. അതിൽ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ അമിനോ ആസിഡ്സ് നമുക്കറിയാം പെപ്റ്റൈഡ് ബോണ്ടാണ് ഇതിൻ്റെ ലിങ്കേജ് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അമിനോ ആസിഡ്സിലെ കണ്ടെയ്നിങ് എ സൾഫർ ആറ്റം. ഓപ്ഷൻ സി മിഥിയോണിനാണ് സൾഫർ ആറ്റം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. അതിൽ ആൽഫ ഹെലിക്സും ബീറ്റ ഷീറ്റ് സ്ട്രക്ചറൊക്കെ സെക്കൻഡറി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രോട്ടീൻ ഹെൽപ്പ് ഇൻ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നമുക്കറിയാം. ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ ആണ്. ദെൻ നെക്സ്റ്റ് വിച്ച് പ്രോട്ടീൻ ഹാസ് സ്ട്രക്ചറൽ ഫംഗ്ഷൻ ഇൻ കണക്റ്റീവ് ടിഷ്യൂ. ഓപ്ഷൻ ഡി കൊളാജൻ ആണ്. ഈ ഓപ്ഷനിൽ വരുന്ന കൊളാജൻ ആണ് വരുന്നത്. അടുത്തത് 14 സിട്രോ അയോൺ ഫോർമേഷൻ ഇൻ അമിനോ ആസിഡ്സ് ഒക്കർ ഡ്യൂ ടു. ഓപ്ഷൻ ബി ഇന്റേണൽ ആസിഡ് ബേസ് റിയാക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ വരുന്നത് മസിൽ കൺട്രാക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ ആക്റ്റിൻ ആൻഡ് മയോസിൻ ആണ് മസിൽ കൺട്രാക്ഷനിൽ വരുന്ന പ്രോട്ടീൻസ്. ദെൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നത് ഒബ്റ്റെയിൻ ഫ്രം ഡയറ്റ്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡയറ്റിലൂടെ കിട്ടേണ്ടതാണ്. അപ്പോൾ അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലിപ്പിഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ലിപ്പിഡ് ഇൻസോളബിൾ ഇൻ വാട്ടർ. ഓപ്ഷൻ സി വാട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഓപ്ഷൻ ബി പാൽമിറ്റിക് ആസിഡ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണിത്. നെക്സ്റ്റ് ട്രൈഗ്ലിസറൈഡ്സ് കമ്പോസ്ഡ് ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ് ആണ് ട്രൈഗ്ലിസറൈഡ്സിൽ. 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. 20th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സെൽ മെംബ്രെയിൻ ആണ്. ദെൻ 21st ക്വസ്റ്റ്യൻ കൊളസ്ട്രോൾ ഈസ് എ. ഓപ്ഷൻ ബി സ്റ്റിറോയിഡ് ആണ്. 22 വരുന്നത് ഓപ്ഷൻ ബി കൊളസ്ട്രോൾ ആണ്. ലിപ്പിഡ് ആക്ട് ആസ് എ പ്രിക്കേഴ്സർ ഫോർ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ പ്രിക്കേഴ്സർ കൊളസ്ട്രോൾ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദെൻ ന്യൂക്ലിക് ആസിഡ്സിനെ ബേസ് ചെയ്തിട്ട് 23 ക്വസ്റ്റ്യൻ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ് ആണ്. ഓപ്ഷൻ ബി ന്യൂക്ലിയോടൈഡ്. DNA ഡിഫർ ഫ്രം RNA ഹാവിംഗ് ബി. ഓപ്ഷൻ ബി തൈമിൻ ഇൻസ്റ്റെഡ് ഓഫ് യുറാസിൽ. 25 ഇൻ DNA അഡിനിൻ പെയർ വിത്ത് തൈമിൻ. AT ആണല്ലേ അഡിനിൻ തൈമിൻ. RNA is usually single stranded ആണ്. 26th ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 27 ദ പെൻറ്റോസ് ഷുഗർ ഇൻ RNA എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റൈബോസ് ആണ്. ദ പ്യൂരിൻ ബേസ് ഇൻ ന്യൂക്ലിക് ആസിഡ്സ്. പ്യൂരിന് അഡിനിൻ ആൻഡ് ഗുവാനിൻ ആണ്. AG ആണ് പ്യൂരിൻസ് ആയിട്ട് വരുന്നത്. പ്യൂരിൻ അഡിനിൻ ആൻഡ് ഗുവാനിൻ. 29 which enzyme is used during DNA replication. 29 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. DNA റിപ്ലിക്കേഷന് DNA പോളിമറേസ്, DNA ലൈഗേസ്, ഹെലിക്കേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മെസ്സഞ്ചർ RNA സിന്തസൈസ്ഡ് ഫ്രം DNA ബൈ ദ പ്രോസസ് ഓഫ്. ഓപ്ഷൻ സി ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനേക്കാളും കുറച്ചുകൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇതിനനുസരിച്ചിട്ട് ഈ വീഡിയോയിൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.